ഇന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് ഡെത്ത് സെൻറ്റൻസ് റെഫറൻസ്, അതായത് സബ്മിഷൻ ഓഫ് ഡെത്ത് സെൻറ്റൻസസ് ഫോർ കൺഫർമേഷൻ. സെഷൻസ് ജഡ്ജിയുടെ ശിക്ഷ പാസാക്കാനുള്ള അധികാരത്തിൽ മരണശിക്ഷ കൊടുക്കുവാനുള്ള അധികാരം കൂടിയുണ്ട്. എന്നാൽ അത് ഹൈക്കോടതിയുടെ കൺഫർമേഷന് വിധേയമായിട്ടായിരിക്കും. അപ്പോൾ സെഷൻസ് കോർട്ട് ഡെത്ത് സെൻറ്റൻസ് പാസാക്കിയ പ്രൊസീഡിങ്സ് ഹൈക്കോടതിക്ക് അയക്കുകയും അതിന്മേൽ ഹൈക്കോടതി തീരുമാനം എടുക്കുകയും വേണം. അതാണ് ഹൈക്കോടതി ഈ പ്രൊസീഡിങ്സ് കിട്ടുമ്പോൾ ഡെത്ത് സെൻറ്റൻസ് റെഫറൻസ് അതിന്മേ നമ്പർ ഇട്ട് വയ്ക്കും. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 2023 സെക്ഷൻ 407 to 412 ആണ്. അതാണ് സബ്മിഷൻ ഓഫ് ഡെത്ത് സെൻറ്റൻസസ് ഫോർ കൺഫർമേഷൻ. CRPCയിൽ, അതായത് ക്രിമിനൽ പ്രൊസീജിയർ കോഡിൽ ഇതിൻ്റെ സമാനമായ സെക്ഷനുകൾ 366 മുതൽ 371 മുതലാണ്. കണ്ടൻസിലൊന്നും കാര്യമായിട്ട് വ്യത്യാസങ്ങൾ ഇല്ല. എങ്കിലും നമ്മൾ ഇത് നല്ലവണ്ണം ശ്രദ്ധിച്ച് കേൾക്കണം. ഡെത്ത് സെൻറ്റൻസ് റെഫറൻസ് ഹൈക്കോടതി ആൻസേർഡ് ഇൻ നെഗറ്റീവ് എന്ന് പറയും. ഹൈക്കോടതി നെഗറ്റീവായിട്ട് അത് ആൻസർ ചെയ്യുകയാണെങ്കിൽ ഡെത്ത് സെൻറ്റൻസ് കൺഫേം ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം. നേരെ മറിച്ച് ഹൈക്കോടതി DSR മീൻസ് ഡെത്ത് സെൻറ്റൻസ് റെഫറൻസ് പോസിറ്റീവായിട്ടാണ് ആൻസർ ചെയ്യുന്നത് എങ്കിൽ ഹൈക്കോടതി ആ മരണശിക്ഷ, വധശിക്ഷ ശരിവയ്ക്കുന്നു എന്നാണ് അർത്ഥം. നമുക്ക് സെക്ഷനുകൾ വായിച്ചു നോക്കാം. സബ്മിഷൻ ഓഫ് ഡെത്ത് സെൻറ്റൻസസ് ഫോർ കൺഫർമേഷൻ. സെക്ഷൻ 407 to 412 ഓഫ് ദി ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 2023 ഡീൽസ് വിത്ത് സബ്മിഷൻ ഓഫ് ഡെത്ത് സെൻറ്റൻസസ് ഫോർ കൺഫർമേഷൻ. സെക്ഷൻ 407 of the Bharatiya Nagarik Suraksha Sanhita 2023 reads like this: sentence of death to be submitted by Court of Session for confirmation. When the Court of Session passes a sentence of death, the proceedings shall forthwith be submitted to the High Court, and the sentence shall not be executed unless it is confirmed by the High Court. അതായത് സെഷൻസ് കോടതി മരണശിക്ഷാ വിധി കൺഫർമേഷന് വേണ്ടി സമർപ്പിക്കണം എന്നാണ് ഈ സെക്ഷൻ പറയുന്നത്. സെഷൻസ് കോടതി ഈ മരണശിക്ഷാ വിധി പാസ്സാക്കുമ്പോൾ ആ പ്രൊസീഡിങ്സ് ഹൈക്കോടതിക്ക് സബ്മിറ്റ് ചെയ്യേണ്ടതും ഹൈക്കോടതി അല്ലെങ്കിൽ ഹൈക്കോടതിയാൽ അത് സ്ഥിരീകരിക്കപ്പെടാത്ത പക്ഷം ആ ശിക്ഷാവിധി നടപ്പാക്കാൻ പാടില്ലാത്തതുമാണ്. അതാണ് സബ്സെക്ഷൻ 1 പറയുന്നത്. സബ്സെക്ഷൻ 2, the court passing the sentence shall commit the convicted person to jail custody under a warrant. Once more, the court passing the sentence shall commit the convicted person to jail custody under a warrant. ശിക്ഷാവിധി പാസ്സാക്കുന്ന കോടതി അങ്ങനെ കൺവിക്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ആളെ ഒരു വാറണ്ടിൻ്റെ കീഴിൽ ജയിൽ കസ്റ്റഡിയിലേക്ക് അയക്കേണ്ടതാണ്, അവിടേക്ക് കമ്മിറ്റ് ചെയ്യേണ്ടതാണ് എന്നർത്ഥം. അപ്പം അതും ക്ലിയറായി നോക്കുക. സെക്ഷൻ 408, പവർ ടു ഡയറക്റ്റ് ഫർദർ ഇൻക്വയറി ടു ബി മെയ്ഡ് ഓർ അഡീഷണൽ എവിഡൻസ് ടു ബി ടേക്കൺ.
subsection 1, if when such proceedings are submitted, the High Court thinks that a further enquiry should be made into or additional evidence taken upon any point bearing upon the guilt or innocence of the convicted person, it may make such inquiry or take such evidence itself or direct it to be made or taken by the court of session. അതായത് തുടർന്നുള്ള ഇൻക്വയറി നടത്താനോ കൂടുതൽ എവിഡൻസ് എടുക്കാനോ നിർദ്ദേശിക്കാനുള്ള അധികാരത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതിൽ സബ്സെക്ഷൻ 1, ഇങ്ങനെ ഉള്ള പ്രൊസീഡിങ്സ് സബ്മിറ്റ് ചെയ്യുമ്പോൾ കൺവിക്റ്റ് ചെയ്തിട്ടുള്ള ആളുടെ അപരാധവുമായോ അല്ലെങ്കിൽ അയാളുടെ ഇന്നസെൻസുമായോ ബന്ധപ്പെട്ട ഏതെങ്കിലും കാര്യത്തിൽ തുടർന്നുള്ള ഇൻക്വയറി നടത്തേണ്ടതാണെന്നോ കൂടുതൽ എവിഡൻസ് എടുക്കേണ്ടതാണെന്നോ കരുതുന്നുവെങ്കിൽ ഹൈക്കോടതിക്ക് സ്വയം അങ്ങനെയുള്ള ഇൻക്വയറി നടത്തുകയോ അങ്ങനെയുള്ള എവിഡൻസ് എടുക്കുകയോ ചെയ്യാം. അല്ലെങ്കിൽ അത് സെഷൻസ് കോടതി നടത്തുകയോ എടുക്കുകയോ ചെയ്യുവാൻ നിർദ്ദേശിക്കുകയോ ചെയ്യാവുന്നതാണ്. എന്ന് വായിച്ചു നോക്കണം. Subsection 2, unless the High Court otherwise directs, the presence of the convicted persons or person may be dispensed with when such inquiry is made or such evidence is taken. ഹൈക്കോടതി മറ്റു വിധത്തിൽ നിർദ്ദേശിക്കാത്ത പക്ഷം അങ്ങനെയുള്ള ഇൻക്വയറി നടത്തുകയോ അങ്ങനെയുള്ള എവിഡൻസ് എടുക്കുകയോ ചെയ്യുമ്പോൾ കൺവിക്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള വ്യക്തിയുടെ പ്രസൻസ് വേണ്ടെന്ന് വയ്ക്കാവുന്നതാണ്. പ്രസൻസ് വേണ്ടെന്ന് വയ്ക്കാവുന്നതാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? കൺവിക്റ്റഡ് പേഴ്സൻ്റെ എന്താണ് കൺവിക്റ്റഡ് പേഴ്സൻ്റെ പ്രസൻസ് ഒഴിവാക്കാവുന്നതാണ് അല്ലേ? അതും ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ് നോക്കേണ്ടത്. അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കുക. തേർഡ്, subsection 3, when the inquiry or evidence, if any, is made or taken by the High Court, the result of such inquiry or evidence shall be certified to such a court. Once more, when the inquiry or evidence, if any, is made or taken by the High Court, the result of such inquiry or evidence shall be certified to that extent. അപ്പം ഇൻക്വയറി നടത്തുകയോ എവിഡൻസ് എടുക്കുകയോ ചെയ്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആണ് ഇഫ് എനി. ഹൈക്കോടതി അതല്ലാത്തപ്പോൾ അങ്ങനെയുള്ള ഇൻക്വയറിയുടെയോ എവിഡൻസിൻ്റെയോ റിസൾട്ട് ആ കോടതിക്ക് സാക്ഷ്യപ്പെടുത്തി കൊടുക്കേണ്ടതാകുന്നു. അത് വായിച്ചു നോക്കിയാൽ മനസ്സിലാകും. നമ്മൾ സെക്ഷൻ 409, പവർ ഓഫ് ഹൈക്കോർട്ട് ടു കൺഫേം സെൻറ്റൻസ് ഓർ അനൽ കൺവിക്ഷൻ. അനൽ അസാധുവാക്കുക ഒക്കെയാണ് എൻ്റെ അർത്ഥം. അപ്പോൾ ഹൈക്കോടതിയുടെ ഈ അധികാരം എന്താണ്? In any case submitted under section 407, the High Court may confirm the sentence or pass any other sentence warranted by law, or may annul the conviction and convict the accused of any offence of which the court of session might have been convicted him, or order a new trial on the same or an amended charge. Amended charge or may acquit the accused person, provided that no order of confirmation, that is important, provided that no order of confirmation shall be made under this section until the period allowed for preferring an appeal has expired, or if an appeal is presented within such a period until such appeal
appeal is until such appeal is disposed of. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെക്ഷൻ 409. ശിക്ഷാവിധി കൺഫേം ചെയ്യാനോ കൺവിക്ഷൻ അനൽ ചെയ്യാനോ അസാധുവാക്കാനോ അല്ലേ, അല്ലെങ്കിൽ നമ്മളെ പ്രഭാവശൂന്യമാക്കുക എന്നൊക്കെ പറയും, അനൽ ചെയ്യാം, ഹൈക്കോടതിക്കുള്ള അധികാരമാണ് ഇവിടെ പറയുന്നത്. ഈ വകുപ്പിന് കീഴിൽ സബ്മിറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും കേസിൽ ഹൈക്കോടതിക്ക് ആ ശിക്ഷാവിധി മേ കൺഫേം ദ സെൻറ്റൻസ് ഓർ പാസ് എനി അതർ സെൻറ്റൻസ് വാറണ്ടഡ് ബൈ ലോ, അല്ലേ, ആ ശിക്ഷാവിധി കൺഫേം ചെയ്യുകയോ നിയമം വാറണ്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അധികാരപ്പെടുത്തിയിട്ടുള്ള മറ്റേതെങ്കിലും ശിക്ഷാവിധി പാസ്സാക്കുകയോ അല്ലെങ്കിൽ എന്ത് ചെയ്യാം, മേ അനൽ ദ കൺവിക്ഷൻ, അല്ലേ, കൺവിക്ഷൻ അസാധുവാക്കാം, ആൻഡ് കൺവിക്ട് ദ അക്യൂസ്ഡ് ഓഫ് എനി ഒഫൻസ് ഓഫ് വിച്ച് the court of session might have been convicted him or order a new trial on the same or an amended charge. കുറ്റസ്ഥാപനം അല്ലേ അസാധുവാക്കുകയും പ്രതിയെ സെഷൻസ് കോടതിക്ക് കൺവിക്റ്റ് ചെയ്യാമായിരുന്ന ഏതെങ്കിലും കുറ്റത്തിന് അല്ലേ കൺവിക്റ്റ് ചെയ്യുകയും അല്ലെങ്കിൽ അതേ ചാർജിന്മേലോ ഭേദഗതി ചെയ്ത ചാർജിന്മേലോ പുതിയ ട്രയലിന് ഉത്തരവ് ഇടുകയോ അല്ലെങ്കിൽ പ്രതിയെ കുറ്റവിമുക്തനാക്കാം. ദാറ്റ് ഈസ് മേ അക്യൂറ്റ് ദ അക്യൂസ്ഡ് പേഴ്സൺ, പ്രതിയെ കുറ്റവിമുക്തനാക്കുകയോ ചെയ്യാം. അവിടെയും പ്രൊവൈസോണ്ട് പ്രൊവൈഡഡ് ദാറ്റ് നോ ഓർഡർ ഓഫ് കൺഫർമേഷൻ ഷാൽ ബി മെയ്ഡ് അണ്ടർ ദിസ് സെക്ഷൻ until the period allowed for preferring an appeal has expired, or if an appeal is presented within such a period until such appeal is disposed of. അതായത് എന്നാൽ അപ്പീൽ കൊടുക്കുന്നതിന് അനുവദിക്കപ്പെട്ട കാലാവധി കഴിയുകയോ ആ കാലാവധി എക്സ്പയർ ആവുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാലാവധിക്കുള്ളിൽ അപ്പീൽ പ്രിഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ ബോധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള അപ്പീൽ തീർപ്പാവുകയോ ചെയ്യുന്നത് വരെ എന്ത് പാടില്ല, ഈ സെക്ഷന് കീഴിൽ അല്ലേ കൺഫർമേഷനുള്ള യാതൊരു ഉത്തരവും പാസ്സാക്കാൻ പാടുള്ളതല്ല എന്നുകൂടി ഓർത്താൽ അത് എളുപ്പമാണ്. ഇനി സെക്ഷൻ 410 കൺഫർമേഷൻ ഓർ ന്യൂ സെൻറ്റൻസ് ടു ബി സൈൻഡ് ബൈ 2 judges. കൺഫർമേഷനോ പുതിയ സെൻറ്റൻസോ 2 ജഡ്ജിമാർ ഒപ്പിടണം എന്നാണ് പറയുന്നത്. അതായത് ഡെത്ത് സെൻറ്റൻസ് വളരെ ഏറ്റവും ഉയർന്ന ശിക്ഷാവിധിയാണ്. അതുകൊണ്ട് 2 ജഡ്ജിമാർ എങ്കിലും അതിൽ ഒപ്പിടണം. അതുകൊണ്ട് തന്നെയാണ് ഈ നിയമം സെക്ഷൻ 410 പറയുന്നത് ഇൻ എവറി കേസസ് ഓർ സബ്മിറ്റഡ് ദ കൺഫർമേഷൻ ഓഫ് ദ സെൻറ്റൻസ് or any new sentence or order passed by the High Court shall when such court consists of 2 or more judges be made, passed and signed by at least 2 of them. അതായത് കൺഫർമേഷനോ പുതിയ സെൻറ്റൻസോ 2 ജഡ്ജിമാർ ഒപ്പിടണമെന്നാണ് ഈ സെക്ഷൻ പറയുന്നത്. ഇപ്രകാരം സമർപ്പിക്കപ്പെട്ട ഏതൊരു കേസിലും കൺവിക്ഷൻ്റെ കൺഫർമേഷനോ ഹൈക്കോടതി പാസ്സാക്കുന്ന ഏതെങ്കിലും പുതിയ സെൻറ്റൻസ് ഓർ ഓർഡറോ അങ്ങനെയുള്ള കോടതി 2 അതിലധികമോ ജഡ്ജിമാർ അടങ്ങുന്നതാകുമ്പോൾ അവരിൽ കുറഞ്ഞത് 2 പേർ ചെയ്തതും അല്ലേ പാസ്സാക്കിയതും ഒപ്പിട്ടതും ആയിരിക്കേണ്ടതാണ്. സാധാരണയായി ഡിവിഷൻ ബെഞ്ചാണ് ഈ ഡെത്ത് സെൻറ്റൻസ് റെഫർ ചെയ്യുക. അപ്പോൾ 2 ജഡ്ജിമാരുടെയും ഒപ്പ് അതിൽ വേണം, കൺഫർമേഷൻ വേണം എന്നാണ് ഇത് പറയുന്നത്. സെക്ഷൻ 411 എന്താണ് പറയുന്നത് പ്രൊസീജിയർ ഇൻ കേസ് ഓഫ് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ. അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ എന്ത് പ്രൊസീജിയറാണ് എടുക്കേണ്ടത് എന്നാണ് ഈ സെക്ഷൻ പറയുന്നത്. Where any such case is heard before a bench of judges and such judges are equally decided in opinion. അതെയോ ഡിസൈഡഡ് ആണോ സച്ച് അവിടെ എന്താ വരിക ഈക്വലി അല്ലേ
ഡിവൈഡഡ് ഇൻ ഒപ്പീനിയൻ. ഡിവൈഡഡ് ഇൻ ഒപ്പീനിയൻ അവിടെ വരുന്നത് ഈക്വലി ഡിവൈഡഡ് ഇൻ ഒപ്പീനിയൻ. ദ കേസ് ഷാൽ ബി ഡിസൈഡഡ് ഇൻ ദി മാനർ പ്രൊവൈഡഡ് ബൈ സെക്ഷൻ 433. Where any such case is heard before a bench of judges and such judges are equally divided in opinion, the case shall be decided in the manner provided by section 433. അപ്പോൾ അവിടെ പറയുന്നത് അങ്ങനെയുള്ള ഏതെങ്കിലും കേസ് ഒന്നിലധികം ജഡ്ജിമാരുടെ ഒരു ബെഞ്ച് മുമ്പാകെ കേൾക്കപ്പെടുകയും അങ്ങനെയുള്ള ജഡ്ജസ് അഭിപ്രായത്തിൽ തുല്യമായി വിഭജിച്ച് നിൽക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ, ആ സന്ദർഭത്തിൽ ഈ കേസ് സെക്ഷൻ 433 വകുപ്പിൽ പറഞ്ഞിട്ടുള്ള വ്യവസ്ഥ ചെയ്തിട്ടുള്ള രീതിയിൽ തീരുമാനിക്കേണ്ടതാണ്. അത് ഓർക്കുക. സെക്ഷൻ 433 നമ്മൾ ചർച്ച ചെയ്യും. അപ്പോൾ അതൊന്ന് വായിച്ചു നോക്കണം. സെക്ഷൻ 433. സെക്ഷൻ 412 പ്രൊസീജിയർ ഇൻ കേസസ് സബ്മിറ്റഡ് ടു ഹൈക്കോർട്ട് ഫോർ കൺഫർമേഷൻ. പ്രൊസീജിയർ ഇൻ കേസസ് സബ്മിറ്റഡ് ടു ഹൈക്കോർട്ട് ഫോർ കൺഫർമേഷൻ. In cases submitted by the Court of Session to the High Court for the confirmation of a sentence of death, the proper officer of the High Court shall without delay, after the order of confirmation or other order has been made by the High Court, send either physically or through electronic means. ശ്രദ്ധിക്കുക, CRPCയിൽ ഈ ത്രൂ ഇലക്ട്രോണിക് മീൻസ് എന്നുള്ളത് കാണില്ല. അത് ഈ പുതിയ ആക്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. അതായത് ഇമെയിൽ വഴിയും അയക്കാം. സെൻഡ് ഐദർ ഫിസിക്കലി ഓർ ത്രൂ ഇലക്ട്രോണിക് മീൻസ് എ കോപ്പി ഓഫ് ദ ഓർഡർ അണ്ടർ ദ സീൽ ഓഫ് ദ ഹൈ കോർട്ട് ആൻഡ് അറ്റസ്റ്റഡ് വിത്ത് ഹിസ് ഒഫീഷ്യൽ സിഗ്നേച്ചർ ടു ദ കോർട്ട് ഓഫ് സെഷൻ. അപ്പോൾ കൺഫർമേഷന് ഹൈക്കോടതിക്ക് സബ്മിറ്റ് ചെയ്യുന്ന കേസുകളിലെ പ്രൊസീജിയർ എന്താണ്? ഡെത്ത് സെൻറ്റൻസ് സ്ഥിരീകരണത്തിന് സെഷൻസ് കോടതി ഹൈക്കോടതിക്ക് സബ്മിറ്റ് ചെയ്യുന്ന കേസുകളിൽ ഹൈക്കോടതി കൺഫർമേഷൻ ഉത്തരവോ മറ്റുത്തരവോ പാസ്സാക്കിയതിന് ശേഷം ഒരു കാലതാമസം കൂടാതെ ഹൈക്കോടതിയിലെ പ്രോപ്പർ ഓഫീസർ ഉത്തരവിൻ്റെ പകർപ്പ് ഹൈക്കോടതിയുടെ മുദ്രയോടും തൻ്റെ ഔദ്യോഗിക സിഗ്നേച്ചർ കൊണ്ട് സാക്ഷ്യപ്പെടുത്തിയും സെഷൻസ് കോടതിക്ക് അയക്കണം. അത് ഇലക്ട്രോണിക് മീൻസ് ആയാലും കുഴപ്പമില്ല, അല്ലേ? ഇമെയിലായി മറ്റു മാർഗങ്ങളായിട്ടും ഇലക്ട്രോണിക് മീൻസ് ആയാലും കുഴപ്പമില്ല. ആ ഭാഗമാണ് CRPCയിൽ ഇല്ലാത്തത്. ഇപ്പോൾ ഈ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത 2023 ഈ ത്രൂ ഇലക്ട്രോണിക് മീൻസ് ഒന്നും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇമെയിലായിട്ട് അയക്കാം, ഇത്രയും മതി. ആ പ്രോപ്പർ ഓഫീസർ ആ കാര്യം വേണ്ട പോലെ ചെയ്യേണ്ടതാണ്. ഇനി നമ്മൾ ഡെത്ത് സെൻറ്റൻസ് റഫറൻസ് ആൻസേർഡ് ഇൻ നെഗറ്റീവ് ആണെങ്കിൽ മരണശിക്ഷ റദ്ദാക്കുകയാണ്. ഇനി ആൻസേർഡ് ഇൻ പോസിറ്റീവ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നു? അത് മരണശിക്ഷ വധശിക്ഷ ശരിവയ്ക്കുകയാണ്. പിന്നെ ഒരു പ്രത്യേക കാര്യം, പല ജഡ്ജ്മെൻറ്റുകളും വായിച്ചിട്ട് കാണാൻ കഴിഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, സർക്കംസ്റ്റൻഷ്യൽ എവിഡൻസ് പ്രകാരം ശിക്ഷിക്കപ്പെടുമ്പോൾ ഡെത്ത് സെൻറ്റൻസ് സെഷൻസ് കോടതി കൊടുത്തിട്ടുണ്ടെങ്കിലും ഹൈക്കോടതികളോ അല്ലെങ്കിൽ സുപ്രീം കോടതിയോ സർക്കംസ്റ്റൻഷ്യൽ എവിഡൻസിൻ്റെ കീഴിൽ ശിക്ഷിക്കപ്പെടുന്ന ഡെത്ത് സെൻറ്റൻസ് മിക്കവാറും ലൈഫ് ടൈം ഇംപ്രിസൺമെൻറ്റായി മാറ്റി വരുന്നുണ്ട്. അങ്ങനെ നമുക്ക് ജഡ്ജ്മെൻറ്റ് വായിക്കുമ്പോൾ കാണാം. നമ്മൾ ജഡ്ജ്മെൻറ്റ് കുറേ വായിക്കുമ്പോൾ നമുക്ക് കാണാവുന്ന ഒന്നാണ്, സർക്കംസ്റ്റൻഷ്യൽ എവിഡൻസ് ആണ് ഇവിടെ. അതുകൊണ്ട് ഡെത്ത് സെൻറ്റൻസ് ഞങ്ങൾ എന്ത് ചെയ്യുന്നു? ലൈഫ് ടൈം ഇംപ്രിസൺമെൻറ്റായി മാറ്റുന്നു. അത് അയാളുടെ ജീവിതകാലം അവസാനം വരെ ആവാം, റിമൈൻഡർ ഓഫ് ദ ലൈഫ് ആവാം, വിത്തൗട്ട് റെമിഷൻ ആവാം. ആ കാര്യം കൂടി ഇതൊരു നിയമമല്ല, നമ്മൾ ഓരോ ജഡ്ജ്മെൻറ്റ് വായിക്കുമ്പോൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. ഇത്രയും നേരം നിങ്ങൾക്ക്
കുറച്ച് കാര്യങ്ങളെങ്കിലും മനസ്സിലാക്കി തരാൻ കഴിഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, ശ്രദ്ധിച്ച് വായിക്കുക. താങ്ക് യു.